യോഹന്നാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടതായി കേട്ടിട്ട് യേശു തമ്പുരാൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. നസറേത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ കടൽ തീരത്ത് കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. കടൽ തീരത്തെ വഴിയും യോർദാന്റെ തീരങ്ങളും പുറജാതികളുടെ ഗലീലായുമായ സെബൂലൂൻ നഫ്താലി ദേശങ്ങളിലുള്ള അന്ധകാരത്തിലിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മൃത്യുവിന്റെ ദേശത്തും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചുവെന്ന് ഇപ്രകാരം യെശയ്യാ ദീർഘദർശി പറഞ്ഞത് ഇതിനാൽ നിവൃത്തിയായി. അതുമുതൽ യേശു തമ്പുരാൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കൊണ്ട് മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിപ്പാനും പറയുവാനും തുടങ്ങി. അവൻ ഗലീല കടൽ തീരത്ത് നടക്കുമ്പോൾ കീപ്പ എന്ന് വിളിക്കപ്പെട്ട ശീമോൻ അവന്റെ സഹോദരൻ അന്ത്രയോസ് എന്നീ 2 സഹോദരന്മാർ കടലിൽ വലയിടുന്നത് കണ്ടു. അവർ മീൻപിടുത്തക്കാരായിരുന്നു. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാ